ബഗ്ലാമുഖി ദേവി. ബഗ്ലാമുഖി ദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭഗവതിയുടെ ദശമഹാവിദ്യകളിൽ 10ാമത്തെ രൂപമാണ് ബഗ്ലാമുഖി ദേവി. ശത്രുക്കളെ സ്തംഭിപ്പിക്കാനും സംസാരശേഷി ഇല്ലാതാക്കാനും കഴിവുള്ള സ്തംഭന വിദ്യയുടെ അധിദേവതയായാണ് ദേവി അറിയപ്പെടുന്നത്. ബഗ്ല എന്ന വാക്ക് വൽഗ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വന്നത്. ശത്രുക്കളുടെ ചലനങ്ങളെയും വാക്കുകളെയും കടിഞ്ഞാണിട്ട് തടയുന്നവൾ എന്നാണ് ഇതിനർത്ഥം. പീതാംബരി എന്നും ദേവിക്ക് പേരുണ്ട്. ദേവിക്ക് മഞ്ഞ നിറത്തോടാണ് പ്രത്യേക പ്രിയം. ദേവിയുടെ വസ്ത്രം, ആഭരണങ്ങൾ, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കൾ എന്നിവയെല്ലാം മഞ്ഞയായിരിക്കും. ഒരു കൈകൊണ്ട് ശത്രുവിന്റെ നാവ് വലിച്ചു പിടിച്ചിരിക്കുന്നതായും മറുകൈകൊണ്ട് ഗദ ഉപയോഗിച്ച് ശത്രുവിനെ പ്രഹരിക്കുന്നതായും ദേവിയെ ചിത്രീകരിക്കുന്നു. ഇത് ശത്രുവിന്റെ ദോഷകരമായ വാക്കുകളെയും പ്രവൃത്തികളെയും നിശബ്ദമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ ഭൂമിയിൽ വീശിയടിച്ച വൻ കൊടുങ്കാറ്റിൽ പ്രപഞ്ചം നശിക്കുമെന്ന് ഭയന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു ഭഗവാൻ ഹരിദ്ര സരോവരത്തിൽ തപസ് ചെയ്യുകയും അതിന്റെ ഫലമായി ശ്രീവിദ്യയുടെ രൂപത്തിൽ ബഗ്ലാമുഖി ദേവി പ്രത്യക്ഷപ്പെട്ട് കൊടുങ്കാറ്റിനെ സ്തംഭിപ്പിക്കുകയും ചെയ്തു എന്നാണ് പുരാണം. ദുർമന്ത്രവാദം, ശത്രുദോഷം എന്നിവയിൽ നിന്ന് ദേവി സംരക്ഷണം നൽകുന്നു. സംസാരശേഷിയെ നിയന്ത്രിക്കുന്ന ദേവിയായതിനാൽ വാക്ചാതുര്യം നൽകാനും ദേവി അനുഗ്രഹിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ ബഗ്ലാമുഖി ക്ഷേത്രങ്ങൾ കുറവാണെങ്കിലും ഉത്തരേന്ത്യയിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. കേരളത്തിലും അപൂർവം ചില ദേവീക്ഷേത്രങ്ങളിൽ ബഗ്ലാമുഖി പ്രതിഷ്ഠകളോ പ്രത്യേക പൂജകളോ നടത്താറുണ്ട്. ഭക്തിയോടെയും കൃത്യമായ മന്ത്രോച്ചാരണത്തോടെയും മാത്രമേ ബഗ്ലാമുഖി ദേവിയെ ഉപാസിക്കാവൂ എന്ന് തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നു. പൊതുവെ മഞ്ഞ വസ്ത്രം ധരിച്ചും മഞ്ഞ പുഷ്പങ്ങൾ അർപ്പിച്ചുമാണ് ദേവിയെ ആരാധിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും ചൊരിയട്ടെ.